ദീപ ഭാട്ടിയുടെ ഫാമസ് സൂയിസൈഡിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നീറോസ് ഗസ്റ്റ്. ജേർണലിസ്റ്റും ആക്ടിവിസ്റ്റുമായ പി സൈനാഥ് ആ ഡോക്യുമെൻ്ററിയിൽ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ പേരാണ് നീറോസ് ഗസ്റ്റ്. നീറോ ചക്രവർത്തി വലിയൊരു വിരുന്ന് നടത്തി. കൊട്ടാരത്തിന് മുമ്പിലുള്ള പാർക്കിലാണ് നടത്തിയത്. രാത്രിയായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി വെട്ടില്ല. ജയിലിൽ കിടന്ന കുറ്റവാളികളെ എണ്ണയും മുക്കിയെടുത്ത് കത്തിച്ച് നിർത്തി. ഈ മനുഷ്യപ്പന്തങ്ങൾക്ക് കീഴിരുന്ന് നീറോ വിളിച്ച അതിഥികൾ ഭക്ഷണം കഴിച്ചു. സൈനാഥ് പറയുന്നു, നീറോയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവിടെ ലുണാട്ടിക്ക പ്രാന്തന. പക്ഷെ അവിടെ അദ്ദേഹം വിരുന്ന് വിളിച്ച ഗസ്റ്റുകളോ അവർക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ലേ? ഇൻ ദ ഗോസ്പൽ സെയിം തിങ് ആണ്. ഹെറോദോസ് ഒരു വിരുന്ന് നടത്താണ്, ബർത്ത്ഡേ പാർട്ടിയാണ്. അവിടെ ഒരു പെങ്കൊച്ചു വന്ന് ഡാൻസ് കളിച്ചു, ഹാപ്പിയായി. യോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് സദസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹെറോദോസ് വിളിച്ച ഗസ്റ്റുകൾ ഒന്നുപോലും ശബ്ദിച്ചില്ല. അവർ കൈകൊട്ടി ചിരിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ആശാവർക്കർമാരുടെ സമരം 200 ദിവസം പിന്നിട്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച അവർ പൂക്കളത്തിന് പകരം പട്ടിണിക്കള്ളു ഇട്ട് കഞ്ഞിക്കലത്തിൽ അരിയും പച്ചമുളകൊക്കെ നിറച്ച് വെച്ച് അവർ സർക്കാരിനോട് പറയുന്നു, ഈ ഓണത്തിന് ഞങ്ങൾ പട്ടിണിയാണേ. ഇവരുടെ സമരം പത്രങ്ങൾ പോലും ചെറുതാക്കി കളഞ്ഞു. എല്ലാവരും മാങ്കൂട്ടത്തിൻ്റെ പുറകെ ഓടുകയാണല്ലോ. ഗൗരവമുള്ള സമരങ്ങൾ നമ്മൾ കാണാതെ പോവുകയും ഒരാവശ്യവുമില്ലാത്ത സമരങ്ങൾക്ക് പിന്നാലെ നമ്മൾ പായുമ്പോൾ നീറോയുടെയും ഹെറോദോസിൻ്റെയും ഗസ്റ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.